ഖുതുബിയ്യത്തിൽ പറയുന്നു വമൻ യുനാദി ഇസ്മി അൽഫൻ ബിഖൽവതിഹി അസ്മൻ ബിഹിമ്മതിഹി സർമൻ ലിഗഫ്വതിഹി. ഖുതുബിയ്യത്തിലെ വരിയാണ്. എന്താണ് ആ പറഞ്ഞ വരിയുടെ അർത്ഥം? ഞാൻ പറയുന്നില്ല, എന്റെ അർത്ഥം ഞാൻ പറയുന്നില്ല. പി മുഹീദ്ദീൻ കുട്ടി മുസ്ലിയാർ ഖുതുബിയ്യത്ത് പരിഭാഷയും വിശദീകരണവും എന്ന പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നു. അതിന്റെ അർത്ഥമായി പറയാം, ആരെങ്കിലും എന്റെ പേര് 1000 തവണ മറ്റു ചിന്തകളെ തൊട്ട് ഒഴിവാക്കി വിളിച്ചാൽ, അത് ദൃഢനിശ്ചയത്തോടെയും അശ്രദ്ധ ഒഴിവാക്കിയും വിളിച്ചാൽ അവന്റെ വിളിക്ക് ഞാൻ പെട്ടെന്ന് ഉത്തരം ചെയ്യും. ആര് പറഞ്ഞ വാക്കാൻ നിങ്ങൾ കേട്ട് ഞാൻ വിചാരിക്കും അള്ളാഹിനെ കുറിച്ച് പറഞ്ഞതായിരിക്കും. നാലോചിച്ച് നോക്കൂ നിങ്ങൾ, എന്താണ് പറയുന്നത്? ഒരവണ വിളിച്ചാ പോരാ, 1000 തവണ വിളിക്കണം. ആൾക്കാരുടെ ഇരുന്ന് പറഞ്ഞാ പോരാ, ഒറ്റക്കു പറയണം. അസ്മൻ ബിഹിമ്മതിഹി, അവനത് പറയുന്ന സന്ദർഭത്തിൽ അവന്റെ ഹൃദയത്തിൽ പരിപൂർണമായ സാന്നിധ്യം ഉണ്ടായിരിക്കണം. പോരാ, അവന്റെ ഹൃദയം പരിപൂർണമായ സാന്നിധ്യത്തിലായിരിക്കണം. സർമൻ ലിഗഫ്വതിഹി, അവന്റെ അശ്രദ്ധയെല്ലാം മാറ്റിവെക്കണം. അങ്ങനെ അവൻ വിളിച്ചാൽ അജബ്തുഹു മുസ്രിഅൻ മിൻ അജ്ലി ദഅവതിഹി, അവന്റെ പ്രാർത്ഥനയ്ക്ക് ഞാൻ ഉടനടി ഉത്തരം നൽകും. ഇത്രയും കേട്ടാ ചിലപ്പോൾ ആൾക്കാർ വിചാരിക്കും ഇത് അള്ളാഹിനെ കുറിച്ച് പറഞ്ഞതായിരിക്കൂലേ. ഇല്ലേ, നിങ്ങൾ ഇത് മുന്നേ കേൾക്കാത്തതാണെങ്കിൽ നിങ്ങൾ എന്താ വിചാരിക്കുക? 1000 തവണ ഒറ്റയ്ക്കിരുന്ന് ഹൃദയ സാന്നിധ്യത്തോടു കൂടി എല്ലാ ശ്രദ്ധയും ഒരേ ഒരു കാര്യത്തിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് വിളിക്കേണ്ടത് അള്ളാഹുവിനെയാണ് എന്നല്ലേ നിങ്ങൾ വിചാരിക്കുക? എന്നാൽ ഖുതുബിയ്യത്തിൽ പറയുന്നു ഫൽയദ്ഉ യാ അബ്ദുൽ ഖാദിർ മുഹയ്യദ്ദീൻ, അവൻ വിളിക്കട്ടെ. ഫൽയദ്ഉ, അവൻ വിളിക്കട്ടെ. എന്താ വിളിക്കണ്ടേ? യാ അബ്ദുൽ ഖാദിർ മുഹയ്യദ്ദീൻ, അബ്ദുൽ ഖാദിർ മുഹയ്യദ്ദീൻ എന്നവൻ വിളിക്കട്ടെ 1000 തവണ. നോക്കൂ നിങ്ങൾ, അള്ളാഹുവിനെ വിളിക്കാൻ പറഞ്ഞാൽ ചിലപ്പോ ഒരു തവണ വിളിക്കാൻ പഠിപ്പിക്കാത്ത ആളുകൾ അള്ളാഹു അല്ലാത്ത സൃഷ്ടികളെ വിളിക്കാൻ പറയുന്നത് 1000 തവണയാണ്.